മുസ്ലിം സമുദായത്തെ നിങ്ങൾ നോക്കിയാൽ ഔലിയാക്കളുടെ പിന്നാലെ ഇങ്ങനെ പോണ ഒരു കൗമിനെ കാണാം. അള്ളാഹുവിനേക്കാൾ പ്രിയങ്കരം സീമയുടെ ഊരിനോടാണ്. അള്ളയാണ് എന്ന് വരെ പറഞ്ഞു. അനല്ലാ, ഞാൻ തന്നെ അള്ളാന്ന് സീം പറഞ്ഞത്രേ. അതുവരെ പറയാൻ ഉസ്താദുമാർക്ക് ഒരു മടിയില്ല. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഔലിയാക്കളുടെ പിന്നാലെ പോയ കൗമിനെ നോക്കി അള്ള പറഞ്ഞൊരു ഖുർആന്റെ വചനമുണ്ട്. ഈ നിങ്ങൾ വിചാരിക്കും ഉസ്താദുമാർ ഭയങ്കര ഖുർആന്റെ നടക്കണ്ട, കണ്ണുകൊണ്ട് കാണലുണ്ടോന്ന് എനിക്ക് സംശയ. പല ഉസ്താദുമാരെ കുറിച്ച് ജീവിതത്തിൽ ഖുർആൻ ഒറ്റയ്ക്കിരുന്ന് ഓതിയ ഉസ്താദുമാരുണ്ടോന്ന് സൂക്ഷ്മ വിശകലനം. കാരണം ഓതുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആവൂലല്ലോ. നോക്കൂ നിങ്ങൾ ഖുർആന്റെ ഒരു വചനം 39-ാം അധ്യായം, അധ്യായത്തിലെ 3-ാമത്തെ വചനം ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ഓതുമ്പോ എന്റെ കൂടെ ഒന്ന് നോക്കിക്കേ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. നിഷ്കളങ്കമായ കൈവണക്കം അല്ലാഹുവിനാണ്. അലാലില്ലാഹി ദീനുൽ ഖാലിസ്, ആ പടച്ചവന് നിഷ്കളങ്കമായ കൈവണക്കം. എന്നിട്ട് പറയാണ്, അല്ലാഹുവിനെ കൂടാതെ അവർ ചില ഔലിയാക്കളുടെ പിന്നാലെ സ്വീകരിച്ചിരിക്കുന്നു, ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹുക്ക് പുറമെ ചില ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നു. ഔലിയാക്കളുടെ പിന്നാലെ പോകുന്ന ആളുകൾ അതാണെന്ന് കേരളത്തിൽ മുസ്ലിംകിടയിലുണ്ട്. നേരെ മറിച്ച് അള്ളാഹ് എന്താ പറയുന്നത്? ഔലിയാക്കളെ റെസ്പെക്ട് ചെയ്യാതെ അള്ളാഹിനെ മാത്രം കൂട്ടുപിടിച്ചു പോകുന്ന ഒരു കൗമ ഇവിടെ ഉണ്ട്. നേരെ പറയുന്നുണ്ട്. ചിന്തിക്ക്. അലാലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹുവിനെ കൂടാതെ ഔലിയാക്കളുടെ പിന്നാലെ പോയ ആളുകൾ ചിന്തിക്കണം. ഫഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി. അല്ലാഹുവിന്റെ കൂടെ പള്ളി അള്ളാഹ്ക്കുള്ളതാണ്. അവിടെ വെച്ച് അള്ളാഹിനെ മാത്രമേ വിളിക്കാവൂ. അള്ളാഹിന്റെ കൂടെ വേറൊരാളെ വിളിക്കരുത്. പള്ളിയിലെ കുത്തുബിയത്ത് നടക്കുന്നത് യാ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു യാ ഹാദിറു. അപ്പൊ അള്ളാഹ്ക്കറിയാ പള്ളിയിൽ വെച്ച് അല്ലാത്തവരെ വിളിക്കുന്ന ഒരു കാലം വരും. സമസ്തയുടെ പള്ളി ഉണ്ടാവും, SKSSനും പിന്നെ ഇവർക്കൊക്കെ SYSനൊക്കെ പള്ളി ഉണ്ടാവും പഠിച്ചോനറിയാം. ആ പള്ളിയിൽ വെച്ച് അല്ലാത്തവരെ വിളിക്കുന്ന അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, പള്ളി അള്ളാഹിന്റെതാണ്, അള്ളാഹിനെ മാത്രം വിളിക്കേണ്ട ഇടമാണ്. അള്ളാഹിനെയും വിളിക്കുക. മഗ്‌രിബ് നിസ്കാരത്തിന് അള്ളാഹിനെ വിളിക്കുക, മരിസ്കാരത്തിന് ശേഷം കുത്തുബിയത്ത് നടക്കുമ്പോൾ മൊയ്തീൻ ശൈഖിനെ വിളിക്കുക. ഖുർആനാ പറയുന്നത്, എന്റെ വകയല്ല. ഖുർആനാ പറയുന്നത്. 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ വചനമാണ്, 20-ാമത്തെ വചനമാണ്. ഓർക്കണം, നല്ലവണ്ണം ഓർക്കണം. അള്ളാഹുവിനോടൊപ്പം എന്നാ പറഞ്ഞേ. അള്ളാഹിനെ വിളിക്കും. സമസ്തക്കാർ അള്ളാഹിനെ വിളിക്കാറുണ്ടല്ലോ, ഉണ്ട്. പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഒക്കെ അള്ളാഹ്, നിസ്കാരം കഴിഞ്ഞാൽ മൊയ്തീൻ ശൈഖിന് 12 റക്അത്ത് മൊയ്തീൻ ശൈഖിന്റെ പേരിൽ. കണ്ടോ, ഇതാണ് അള്ളാഹിന്റെ കൂടെ ഔലിയാക്കൾ. അതുകൊണ്ടാണ് എന്ത് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അള്ളാഹുവിനെ കൂടാതെ ഔലിയാക്കളുടെ പിന്നാലെ പോകുന്ന ആളുകൾ. ആ പോക്ക് വലിയ അപകട. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെ അറിയോ? നന്ദി കെട്ട വർഗത്തെ അള്ള വിചാരണ ചെയ്യും. നന്ദി കെട്ട വർഗം. ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരെ പറ്റി അള്ള എന്താ പറഞ്ഞത്? നന്ദി കെട്ട വർഗം. ഇതിങ്ങനെ വായിച്ചിട്ടും നിങ്ങൾ ഔലിയാക്കളെ പിന്നാലെ തന്നെ പോവുക. അപ്പൊ ഞാൻ പറഞ്ഞതാ ശരി, തലച്ചോറ് പെരിച്ചായി തിന്നിട്ടുണ്ട്.